ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറ് നിറയും. വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചു വിടുന്ന DGPകളെ മത്സരിക്കുക. വീട്ടിന്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. ഏത് മഴത്ത് 12 പോലീസുകാർ അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇവരിനി എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ്? ജോലി ചോദിച്ചണക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോവും? ഇവരാരും പോവുമോ? ഞാൻ ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്. 12 പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിന്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഒരു ശിക്ഷ കൂടിയാണ് ചിലരുടെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ, മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ, മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന, മനുഷ്യ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രതികാരം, ഒരു ദൈവശാസ്ത്രയാണ് ഞാൻ പറയാം. കൃത്യമായ അന്വേഷണം. ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ NSS മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് NSS ഡയറക്ടർ ബോർഡ് പാസ്സാക്കി. ഞാൻ NSS ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും എടുത്തേക്കുന്ന നിലപാടിന് NSSന്റെ പിന്തുണ. കാരണം വിശ്വാസ സംരക്ഷണത്തിൽ NSS എടുത്ത നിലപാടുകളോട് കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി.